കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ തലമുറയിൽ ദൈവഹിതം നിവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചു വരുന്ന ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് നിങ്ങളെ ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ പ്രവർത്തന മുഖാന്തരം അനേകരുടെ ആത്മീയ ജീവിതത്തിന് ഉന്നമനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വസ്തുതയാണ്. അനേകരുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ നിന്ന് പ്രാർത്ഥിപ്പാനും അനേകരുടെ ആത്മീയമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കുവാനും അത് അവരുടെ ആത്മീയ ജീവിതത്തിന് വളർച്ചയ്ക്ക് നിദാനമായി തീർന്നു എന്നുള്ളതും ഞങ്ങൾ മനസ്സിലാക്കുന്നു. തുടർന്നും ഈ പ്രവർത്തനം ദൈവഹിത പ്രകാരം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ കർത്താവിൽ ശരണപ്പെടുന്നു. കഴിഞ്ഞ നാളുകൾ ഈ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നും നമുക്ക് വേദ പഠനത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവചനത്തെ അറിയിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയിൽ ചോദ്യോത്തരങ്ങളിലൂടെയാണ് വചനം പഠിച്ചത്. ഇന്നും ചില ചോദ്യങ്ങൾ ഇനി അവശേഷിക്കുന്നുള്ളതുകൊണ്ട് ഈ ആഴ്ച കൂടെ നമ്മൾ അങ്ങനെ തന്നെ വചനത്തിൽ നിന്നും ക്രിസ്ത്യ ജീവിതത്തിൽ നിന്നും അടിസ്ഥാനപരമായ ചില ചോദ്യങ്ങൾക്ക് മറുപടി കണ്ടെത്തുകയാണ്. ഒന്നിച്ചു ചേരാം. ഈ ഒരു സെഷനിലൂടെ നമുക്ക് ദൈവവചനത്തിൻ്റെ സത്യങ്ങളെ അന്വേഷിക്കാം. ചോദ്യങ്ങളിലേക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ ചോദിച്ച ആ ചോദ്യം തന്നെയാണ് കുറച്ചുകൂടെ ക്ലാരിറ്റി വരാൻ വേണ്ടി ആ ചോദ്യം ഒന്നുകൂടെ ചോദിക്കുകയാണ്. ഈ ദൈവം സംസാരിക്കുന്നു എന്ന് പറഞ്ഞ ഈ വിഷയം, ദൈവം എങ്ങനെയൊക്കെ സംസാരിക്കും? ഒരു വിശ്വാസിയോടുള്ള ബന്ധത്തിലാണ്, ശുശ്രൂഷകനോടുള്ള ബന്ധത്തിൽ അല്ല പലപ്പോഴും. കാരണം ഈ വിശ്വാസികളാണ് ശരിക്കും പറഞ്ഞാൽ ദൈവശബ്ദം കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരു മൊത്തത്തിലുള്ളൊരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ശുശ്രൂഷകരോട് എപ്പോഴും ദൈവം സംസാരിക്കുന്നുണ്ട്. ശുശ്രൂഷകന്മാർ വിശ്വാസികളോട് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും ഉള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനസാക്ഷിയിൽ കുറ്റപ്പെടുത്തലുകൾ, പ്രതിസന്ധിയിലാകുന്നു, പ്രശ്നങ്ങളിലാകുന്നു, ബുദ്ധിമുട്ടിലാകുന്നു, പാപത്തിലാകുന്നു. അപ്പം ദൈവം പുറത്തു കടക്കാൻ ഒരു വഴിയും ദൈവം തരുന്നില്ല. അപ്പം പിന്നെ ഈ വിശ്വാസികൾ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള പ്രവാചകനെ കാണുന്നു, പാസ്റ്ററെ കാണുന്നു, സുവിശേഷകനെ കാണുന്നു. ദൈവത്തിൻ്റെ സംസാരം കേൾക്കാൻ വേണ്ടി അവർ സ്പെസിഫിക് ആയിട്ട് കേൾക്കുന്നില്ല. അപ്പോൾ ഈ പുതിയ നിയമത്തോടുള്ള ബന്ധത്തിൽ ദൈവം ഈ സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെ ദൈവം നമ്മളോട് സംസാരിക്കും എന്നൊന്നറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ദൈവത്തിന് ഏത് രീതിയിൽ വേണമെങ്കിലും മനുഷ്യനോട് സംസാരിക്കാം. കഴുതയിലൂടെ വേണമെങ്കിലും സംസാരിക്കാം. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ സ്വപ്നത്തിൻ്റെ കാര്യം പറഞ്ഞു. പക്ഷേ ഒരു മനുഷ്യൻ കർത്താവിനോട് സെൻസിറ്റീവ് അല്ലാത്ത ഒരു രീതിയിലേക്ക് അവൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സ്വപ്നത്തിലൂടെയും ഒരു മുന്നറിയിപ്പ് കൊടുത്തുകൂടാനൊന്നുമില്ല. പക്ഷേ ദാറ്റ്സ് നോട്ട് എ ജനറൽ വേ ഓഫ് ഗോഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ഇൻ ദ ന്യൂ ടെസ്റ്റ്മെന്റ്. പക്ഷേ എന്നാൽ അത് തീർത്തും അസാധ്യമൊന്നുമില്ല. കാരണം ദൈവത്തിന് ഏത് വഴികളും ഉപയോഗിക്കാം എന്നുള്ളതാണ്. സാധാരണഗതിയിൽ എൻ്റെ അനുഭവത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നത് രണ്ട് ഡയമെൻഷനിലാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒന്ന് എൻ്റെ വ്യക്തി ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടാണ്, മറ്റൊന്ന് എൻ്റെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട്. ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ന് പറഞ്ഞാൽ മിറാക്കുലസ്ലി കേട്ടിട്ടുള്ളത്. അതല്ല നമ്മൾ ജീവിക്കുമ്പോൾ എല്ലാ സമയത്തും കേൾക്കുന്നുണ്ട്. അത് കൂടാതെ ഈ മിറാക്കുലസ് ആയിട്ട് ദൈവം ഇടപെടുന്ന കാര്യമാണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം മിറാക്കുലസ് ആയിട്ട് ദൈവം ഇടപെട്ട് എന്നെ മനസ്സിലാക്കി തന്ന കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്ന രീതിയിൽ ഇടപെട്ടത് കൂടുതലും എൻ്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്. ഇപ്പം വചനത്തിൻ്റെ ഒരു ക്ലാരിറ്റിയാണ്. എനിക്ക് നേരത്തെ അത് ചിന്തിച്ചിട്ടും ഉണ്ടാവില്ല. അപ്പം ആത്മാവത് എൻ്റെ ബുദ്ധിക്ക് അതീതമായിട്ട് പലതും എൻ്റെ ഉള്ളിൽ നിന്നുള്ള വെളിപ്പാടുകളായിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഞാനതെൻ്റെ കൃപാവരത്തിൻ്റെ ഭാഗമായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഉപദേഷ്ടാവ് എന്നുള്ളൊരു കൃപാവരത്തിൻ്റെ കൂടെ ദൈവം തരുന്നതാണ് ഇത് ഇന്നതാണ് എന്നുള്ള കാഴ്ചപ്പാട്. അപ്പോൾ അതിനു മുമ്പ് ഞാനിത് വായിക്കുമ്പോൾ ഒന്നും എനിക്കത് മനസ്സിലായിട്ടില്ല. പക്ഷേ പുൽപ്പിറ്റോട്ട് കയറി നിൽക്കുമ്പോൾ ഞാനൊരു പേപ്പറും സ്ലിപ്പും ഒന്നും ഇല്ലാതെയാണ് ഈ മുഴുവൻ സംസാരിക്കുന്നത്. ആ സമയത്ത് ഞാൻ കർത്താവിനെ ട്രസ്റ്റ് ചെയ്യാം. കർത്താവ് നിനക്ക് എന്താണ് ഇവിടെ പറയാനുള്ളതെന്ന് നീ എനിക്ക് പറഞ്ഞു തരണം. അപ്പോൾ ആ ഒരു കണ്ടിന്യൂസ് കമ്മ്യൂണിക്കേഷനിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അത് മിറാക്കുലസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് കാണുമ്പോഴും മിറാക്കുലസ് അല്ല, പക്ഷേ എനിക്കാണ്. കാരണം ഞാൻ ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല അതിനെക്കുറിച്ച്. ഇപ്പോൾ ഒരു വചനം എടുക്കുമ്പോൾ ആ വചനത്തെക്കുറിച്ച് ഞാൻ മുൻകൂട്ടി കരുതിയിട്ടില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് നേരത്തെ വായിച്ചപ്പോഴൊന്നും മനസ്സിലാകാത്തൊരു കാര്യമാണ്. അപ്പോൾ അത് ഇന്നർ വെളിപ്പാട്, അതാണ് ദൈവം ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വഴിയായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് കിട്ടുമ്പോൾ അത് വചനവുമായിട്ട് ടോട്ടൽ എഗ്രിമെൻറ്റിലായിരിക്കും. ആന്തരികമായ വെളിപ്പാടെന്ന് പറയും. ഒരു വചനം വ്യാഖ്യാനിക്കും വേണ്ടി എൻ്റെ ജീവിതത്തിലെ കാര്യങ്ങൾ തന്നെ ചിന്തിച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ 2 ക്രിട്ടിക്കൽ മൊമെൻറ്റിൽ ഞാൻ ഓഡിബിൾ ആയിട്ട് ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ടുണ്ട്. 2 പ്രാവശ്യമാണ്. ഇനി ദർശനം വിഷനായിട്ട് കണ്ടിട്ടുള്ളതും
2-3 പ്രാവശ്യമാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഇത് വളരെ കാലഘട്ടങ്ങൾക്കിടയിലാണ്. ഇപ്പോൾ ആദ്യം സംഭവിക്കുന്ന 997 രണ്ടാമത്തെ സംഭവിക്കുന്നത് 2014 ഓക്കെ. അപ്പോൾ അത് വളരെയധികം കാലഘട്ടം ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ ആ സമയത്തെല്ലാം ഞാൻ മിറാക്കുലസ് ആയിട്ട് ഓഡിബിൾ ശബ്ദം കേട്ട കാര്യമാണ് പറയുന്നത്. ആ 2 ശബ്ദവും ഞാൻ കേട്ടില്ലായിരുന്നെങ്കിൽ ഞാനിവിടെ ഇല്ലായിരുന്നു, അത് ഉറപ്പാണ്. ആ 2 ശബ്ദമാണ് എന്നെ വഴിതിരിച്ച് വിട്ടത് ശരിക്കും. അത് എൻ്റെ ജീവിതത്തിലെ ക്രിട്ടിക്കൽ മോമെൻറ്റിൽ ഞാൻ വേറൊരു വഴി തിരഞ്ഞെടുക്കാതിരിക്കാൻ വേണ്ടി, എൻ്റെ ബുദ്ധിയിൽ ആ വഴി തെളിഞ്ഞു വരുമ്പം അത് നിഷേധിക്കാൻ വേണ്ടിയാണ് ഈ 2 സ്ഥലത്തും ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായത്. അപ്പോൾ ദൈവത്തിന് എങ്ങനെ വേണമെങ്കിലും സംസാരിക്കാം, ഓഡിബിളായിട്ട് സംസാരിക്കാം, ഇന്നർ റെവലേഷൻ വഴി സംസാരിക്കാം, പ്രോഫറ്റ്സ് വഴി സംസാരിക്കാം. പക്ഷേ നമ്മൾ പ്രോഫറ്റ്സിൻ്റെ അടുത്തോട്ട് അന്വേഷിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം ദൈവത്തെ ഞാൻ ഷട്ട് ഔട്ട് ചെയ്യുന്ന പോലെയാണ്. എന്നോട് സംസാരിക്കാൻ എല്ലാ സമയത്തും റെഡി ആയിരിക്കുന്നൊരു ദൈവത്തെ വേണ്ട. എനിക്കിത് കേൾക്കാനുള്ള ക്ഷമയോ നിൻ്റെ അടുത്ത് വന്നിരിക്കാനുള്ള ഓപ്പൺനെസ്സോ റിലേഷൻഷിപ്പോ എനിക്ക് നിന്നോടില്ല. അതുകൊണ്ട് എനിക്ക് എളുപ്പം പഴയ നിയമത്തിലെ ആത്മാവ് അധിവസിക്കാതിരുന്നൊരു കാലത്ത് അവരെങ്ങനെ പ്രവാചകന്മാരെ ആശ്രയിച്ചിരുന്നു അതുപോലെ ഞാനും പ്രവാചകന്മാർ വഴി കേട്ടോളാം എന്നൊരു മനുഷ്യൻ പറഞ്ഞ് അന്വേഷിച്ച് പോകുമ്പം ആ ദൈവം അവനോട് സംസാരിക്കുന്നത് ഒരിക്കലും കേട്ട് ശീലിക്കാത്തത് കൊണ്ടാണ് എന്നാണ് ഞാൻ അതിനെക്കുറിച്ച് പറയുകയുള്ളൂ. അതേസമയത്ത് പ്രവാചകൻ ഇങ്ങോട്ടൊന്നും എന്തും ഏത് സമയത്തും പറയാം. കാരണം ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല, ദൈവത്തിന് എങ്ങനെ വേണമെങ്കിലും സംസാരിക്കാം എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ആര് സംസാരിച്ചാലും എങ്ങനെ സംസാരിച്ചാലും, ഇനി വചനത്തിൻ്റെ ഉൾക്കാഴ്ച എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളോട് ദൈവത്തിൻ്റെ വചനം എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ട്. കാരണം പുതിയ നിയമത്തിൻ്റെ ഏറ്റവും വലിയ പ്രോമിസ് പറഞ്ഞ വചനം എൻ്റെ ഹൃദയത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പറയാതെ തന്നെ അറിയാം, ദൈവം ഒന്നും പറയാതെ തന്നെ അറിയാം എന്നതാണ് ഞാൻ ചെയ്യേണ്ടത്. ഇപ്പോൾ പല ആൾക്കാരും പറയാറുണ്ട്, ഒരാൾ മരിക്കാറായി റോട്ടിൽ കിടക്കുകയാണ്, നീ പോയി അതിന് വെള്ളം കൊടുക്കാൻ പോകരുത്. ദൈവാത്മാവോട് ചോദിക്കണം, ഞാനവന് വെള്ളം കൊടുക്കട്ടെ, അപ്പോൾ ആത്മാവ് വെള്ളം കൊടുക്ക് എന്ന് പറഞ്ഞാൽ കൊടുത്താൽ മതി. നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടോ? ദൈവം പറയാത്ത ഒരു കാര്യവും ചെയ്യരുത്. പ്രിയ സഹോദരങ്ങളെ, ദൈവം ഇതെല്ലാം ഓൾറെഡി പറഞ്ഞേക്കുന്നതാണ്. സഹോദരനെ ശുശ്രൂഷിക്കേണ്ട കാര്യം, സ്നേഹിക്കേണ്ട കാര്യം, അവനുവേണ്ടി ജീവൻ കൊടുക്കുന്ന കാര്യം വെളിപ്പെടുത്തപ്പെട്ട പ്രമാണത്തിൽ പെടുന്നതാണ്. അത് പിന്നെ വന്ന് നീ അവന് കൊടുക്കരുത് ഇവന് കൊടുക്കരുതെന്ന് സ്പെസിഫിക്കായിട്ട് പറയേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് ദൈവം വരുത്താൻ ആഗ്രഹിക്കുന്ന ഒബീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാരക്ടറിൽ നിന്ന് വരേണ്ടതാണ്. ക്യാരക്ടർ വിശദീകരിക്കപ്പെടുമ്പോഴാണ് നമുക്ക് ആ അനുസരണം ഉണ്ടാകുന്നത്. അന്നേരം ഒരു പാവപ്പെട്ടവനെ കാണുമ്പോൾ എന്നോട് ദൈവം പറഞ്ഞിട്ടില്ല അവനെ തൊടണമെന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ സിമ്പതി ഇല്ല, അവനോടുള്ള സ്നേഹമില്ല. അപ്പം മെക്കാനിക്കൽ റിലീജിയനാണത്. അപ്പോൾ ഞാൻ ഈ റിലീജിയനെ വളരെയധികം അഭിമുഖീകരിച്ചിട്ടുണ്ട്. നമ്മുടെ പെന്തക്കോസ്റ്റിൽ ഇത് വളരെ വ്യാപകമാണ് താനും. അപ്പോൾ ദൈവം സംസാരിക്കുന്നവരെ കാത്തിരിക്കണം. അപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ദൈവം സംസാരിക്കുന്നവരെ കാത്തിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ എൻ്റെ മുമ്പ് വരുന്നൊരു ആഹാരം ഇല്ലെങ്കിൽ ഞാൻ ദൈവം സംസാരിച്ചില്ലെന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ എൻ്റെ കരുണയില്ലായ്മകളില്ല, ശത്രുക്കൾക്ക് വരെ നമ്മൾ സഹായം ചെയ്യേണ്ടവരാണല്ലോ. അപ്പോൾ ദൈവശബ്ദം ഏറ്റവും കൂടുതൽ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടാവുന്നൊരു കാര്യമായതുകൊണ്ട് ദൈവം സംസാരിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ ഗുപ്തനിധികൾ, ബൈബിൾ ഉപയോഗിക്കുന്ന ഗുപ്തനിധി എന്നുള്ള വാക്ക് തന്നെയാണ്. അതായത് ഹിഡൻ ട്രഷേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. അത് ഭയങ്കര സമൃദ്ധമായൊരു ട്രഷറിയാണ്. അപ്പോൾ അതിനകത്തുള്ള പരിജ്ഞാനം നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ദൈവം എപ്പോൾ പറയുമ്പോൾ ആ പരിജ്ഞാനത്തിന് എടുത്ത് തരുന്നത്, അനുദിനം ജീവിക്കാനുള്ള എല്ലാ പരിജ്ഞാനത്തിന് എടുത്ത് തരുന്നത്, അതല്ലാതെ ഒരു ഇൻ്റർവ്യൂ പാസ്സാകാനുള്ള ടെക്നിക്കൊന്നും അല്ല കർത്താവ് പറഞ്ഞിരുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ എല്ലാ ദാനങ്ങളും ആത്മാവിലാണ്, ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിന് അനുസരിച്ചുള്ളതാണ്. അപ്പോൾ ആ പരിജ്ഞാനത്തിൻ്റെ ഗുപ്തനിധിയിൽ നിന്നാണ് ദൈവം നമുക്ക് എടുത്തെടുത്ത് തരുന്നത്. ആ നിധിയിൽ നിന്നാണ് ലഭിക്കുന്നതെങ്കിൽ നമുക്കത് ഒറ്റ നോട്ടത്തിൽ വീണ്ടും ജനിച്ച ഒരാൾക്ക് ആത്മാവിൽ അറിയാൻ പറ്റും, ഇത് യേശു ക്രിസ്തുവിൻ്റെ നിധിയിൽ നിന്നാണ് എനിക്ക് ലഭിക്കുന്നത്, കാരണം അവനുള്ള സ്വത്താണ്. അപ്പോൾ ചില ആൾക്കാർ പറയും, എനിക്ക് കാറ് വീടെല്ലാം കിട്ടിയത് യേശു ക്രിസ്തുവിൻ്റെ നിധി എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കാൻ പറ്റില്ല. കാരണം യേശു ക്രിസ്തുവിൻ്റെ നിധി അങ്ങനത്തെ നിധിയല്ല, അത് എൻ്റെ ഉള്ളിൽ സ്പിരിച്വൽ മാനെ പണിയുന്ന നിധിയാണ്. അപ്പോൾ ഒരാൾക്ക് കാർ ഉണ്ടായിക്കൂടാന്നോ വീടുണ്ടായിക്കൂടാന്നല്ല, പക്ഷെ അത് ക്രിസ്തു തരുന്ന ഗുപ്തനിധികളുടെ ഭാഗമല്ല, ആ അന്യാദൃശമായ ദൈവിക കൃപാവരങ്ങളുടെ ഭാഗമല്ല. അത് ഈ ലോകത്തിൻ്റെ വിനിമയത്തിൽ നിന്നും വ്യാപാരത്തിൽ നിന്നും വരുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിൻ്റെ ശബ്ദം എന്ന് പറയുന്നത് എപ്പോഴും ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ നിധികളിൽ നിന്നാണ് വരുന്നത്. അത് ഏത് രീതിയിലും ദൈവത്തിന് നമ്മളോട് സംസാരിക്കാം. പക്ഷേ ഓരോ പ്രാവശ്യം ദൈവം സംസാരിക്കുമ്പോഴും നമ്മുടെ വിശാലമായ വഴികൾ നമുക്ക് നഷ്ടപ്പെടുകയും ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ ഇടുക്കുവഴിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞ കാര്യം വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ 2 പ്രാവശ്യം സംസാരിച്ചപ്പോഴും എനിക്ക് വിശാലമായ വഴി നഷ്ടപ്പെടുമായിരുന്നു. 2 പ്രാവശ്യം സംസാരിച്ചപ്പോൾ ഈ പലപ്പോഴും ഈ പല ക്രിട്ടിക്കൽ സ്റ്റേജിലും വിശ്വാസത്തിലിരിക്കുന്ന ആൾക്കാർ കടന്നു പോകുമ്പോൾ, ഇപ്പം വാസ്റ്റർ പറഞ്ഞ പോലെ ഓഡിബിൾ വോയിസ് 2 പ്രാവശ്യം കേട്ടു, ക്രിട്ടിക്കൽ സ്റ്റേജിൽ കേട്ട് ദൈവം ഈ ഇടുക്കുവാതിലേക്ക് പ്രവേശിപ്പിച്ചു.
അല്ലെങ്കിൽ പരിജ്ഞാനത്തിൻ്റെ വാക്ക് ദൈവജനത്തിൽ നിന്ന് വെളിപാടായിട്ട് കേട്ടു. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം പലപ്പോഴും നമ്മൾ കേട്ടു എന്ന് പറയുമ്പോൾ ഈ നമ്മൾ പറയുന്ന ആ എക്സ്പീരിയൻസ് കേൾക്കുന്ന ആൾ വിശ്വസിക്കുകയാണ്. അവരുടെ പ്രത്യേക പ്രതിസന്ധി ഘട്ടത്തിൽ അവർ ഈ ഓഡിയോ വോയിസ് കേൾക്കുന്നില്ല, അവർക്കൊരു വെളിപാട് ആ സാഹചര്യത്തിൽ വരുന്നില്ല. അങ്ങനെ വരുമ്പോൾ അവർ നിരാശരാകുകയാണ്. അവിടെ ശരിക്കും നിരാശരാകുകയാണ്. ദൈവം എന്താ എന്നോട് സംസാരിക്കാത്തത്? എൻ്റെ എന്തെങ്കിലും പ്രശ്നമാണോ? എൻ്റെ എന്തെങ്കിലും പാപമാണോ? ദൈവം എന്നെ കൈവിട്ടോ? ഞാൻ എന്തുമാത്രം ഒരു സാഹചര്യത്തിലൂടെയാണ്, വളരെ മോശം സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത്. ദൈവം നീ എന്നെ അറിയുന്നില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എത്തുമ്പോഴാണ് പലപ്പോഴും ഡൈവേർഷൻ ഉണ്ടാകുന്നത്. കാരണം അപ്പം ഈ ദൈവം സംസാരിച്ചു എന്ന് പറയുമ്പം ദൈവം നമ്മളുടെ ഓഡിബിൾ വോയിസിലൂടെയോ അല്ലെങ്കിൽ വെളിപാടിലൂടെയോ അല്ലാതെ ഈ തെരുവെഴുത്തിനകത്ത് നിന്ന് ദൈവം നമ്മളോട് സംസാരിക്കത്തില്ലേ? ഈ വചനത്തിനകത്തുനിന്ന്, മീൻസ് തിരുവെഴുത്തിലൂടെ നമുക്ക് പല മാർഗങ്ങളുണ്ടല്ലോ. അപ്പോൾ തിരുവെഴുത്തൊരു പ്രധാനപ്പെട്ട ഒരു വഴിയല്ലേ? തിരുവെഴുത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട വഴി. അത് നമ്മുടെ ഹൃദയത്തിൽ അത് ഉള്ളിടത്തോളം കാലം പ്രത്യേകമായ, ഞാൻ മിറാക്കുലസ് കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ. തിരുവെഴുത്ത് നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരും ഒന്നും ഉപദേശിക്കേണ്ട കാര്യമില്ല. ഇപ്പം ഞാൻ 2 പ്രാവശ്യം ഓഡിബിൾ വോയിസ് ഞാൻ കേട്ടു എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ജീവിതത്തിൽ അനുഭവിച്ചിരിക്കുന്ന ക്രൈസിസ് എന്ന് പറയുന്നത് 2 പ്രാവശ്യം അല്ല, അനേകം ക്രൈസിസുകളിലും കർത്തവ്യം മിണ്ടാതിരിക്കുകയായിരുന്നു. ഇപ്പം എത്രയോ ക്രൈസിസിൽ ഞങ്ങളുടെ ഇളയ മകൻ മരിച്ചു പോകുന്ന സമയത്ത് ഞാനൊരു ഓഡിബിൾ വോയിസും കേട്ടില്ല. പക്ഷെ അവിടെ ഒരു ദർശനം ഞാൻ കണ്ടു. അപ്പം എന്തെങ്കിലും ഒന്ന് ആ സമയത്ത് ആശ്വസിപ്പിക്കാനുണ്ടായിരുന്നു. ഇനി പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുന്നത് പ്രവാചക വചനങ്ങളെക്കുറിച്ചും എഴുതപ്പെട്ട തിരുവെഴുത്തുകളെക്കുറിച്ചും പറയുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ പറയുന്ന എഴുതപ്പെട്ട തിരുവെഴുത്തുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പറയുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വചനം അബ്സല്യൂട്ടാണ്. പ്രവചനവും പരിജ്ഞാനത്തിൻ്റെ വചനങ്ങളും ദൈവം പിന്നീട് തരുന്ന ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടാണ്, എല്ലാ ക്രിസ്തുവിലേക്ക് എത്തുന്നതെങ്കിലും. അപ്പോൾ തിരുവചനത്തിൻ്റെ ബേസിസിലാണ് നമ്മൾ ദൈവഹിതം മനസ്സിലാക്കുന്നത്. അപ്പോൾ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഹിതം എന്താണ്? അതാണ് നേരത്തെ നമ്മൾ ഇന്നലെ കണ്ടത്, ക്രിസ്തുവിനെ പോലെ തികഞ്ഞവരാകുക. അതിന് പറ്റുന്ന രീതിയിലാണ് എല്ലാ റെവലേഷൻസും വരുന്നത്. അപ്പോൾ പ്രൈമറിലി ഫണ്ടമെൻ്റലി ഇറ്റ് ഇസ് ദ വേർഡ് ഓഫ് ഗോഡ്. അപ്പോൾ അതിൽ നിന്ന് മാത്രമേ പരിജ്ഞാനത്തിൻ്റെ ധനം നമുക്ക് ലഭിക്കുന്ന, അതിൻ്റെ ബേസിസിലാണ് അതും. ഇപ്പോൾ ഇത് ദൈവം എങ്ങനെ സംസാരിക്കുന്നു, ഏതൊക്കെ രീതിയിൽ സംസാരിക്കുന്നു എന്ന് പറയുന്ന ഈ ഭാഗത്ത് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം പുതിയ നിയമത്തിലെ കൊരിന്ത്യർ ലേഖനത്തിൽ പ്രത്യേകിച്ച് 13 അധ്യായത്തിലൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ പ്രവചനവരത്തിന് വേണ്ടി വാഞ്ചിപ്പിനെന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഈ വിശ്വാസകോളത്തിൽ അനേകം പ്രവാചകന്മാരുണ്ട്. മിക്കവാറും ഒരു പ്രവചനത്തിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് മിക്കവാറും പഴയ നിയമത്തിൻ്റെ ഒരു പാറ്റേൺ ആണെന്ന് വെച്ചാൽ, നമുക്ക് എബ്രായ ലേഖനത്തിലൂടെ നമ്മൾ കാണുന്നുണ്ട് ദൈവം പണ്ട് ഭാഗമായും വിധമായും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തു എന്ന്. അപ്പം നമ്മൾ ഇച്ചിരി മുമ്പ് പറഞ്ഞതുപോലെ ഈ ആത്മാവ് വന്നിട്ടില്ലാത്ത, അല്ലെങ്കിൽ ക്രിസ്തു തേജസ്കരിക്കപ്പെട്ടതിന് ശേഷമാണല്ലോ പരിശുദ്ധാത്മാവ് ആവസിക്കുവാനായിട്ട് ഇറങ്ങി വരുന്നത്. അപ്പം അതിനു മുമ്പ് ദൈവത്തിന് തീർച്ചയായിട്ടും പ്രവാചകന്മാരിലൂടെ സംസാരിക്കേണ്ടിയിരുന്നു. അല്ലെങ്കിൽ ഇപ്പം യോസേഫിനോട് സംസാരിച്ചതും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഈ പുതിയ ആത്മാവ് അധിവസിച്ച് കഴിയുമ്പോൾ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അധിവസിച്ച് കഴിയുമ്പോൾ ഏത് രീതിയിൽ പ്രവചിക്കണം എന്ന് നമുക്കൊരു മാർഗനിർദ്ദേശം ഒന്നും പുതിയ നിയമത്തിൽ നമ്മൾ കൃത്യമായി കാണുന്നുമില്ല. എന്ന് കൂടുതൽ പ്രവചനം കേൾക്കുന്നതെല്ലാം ലൗകികമാണ്. എന്ന് വെച്ചാൽ ലോകത്തിൻ്റെ വസ്തുവിനെ സംബന്ധിച്ചോ, ജോലിയെ സംബന്ധിച്ചോ, വിസയെ സംബന്ധിച്ചോ, അല്ലെങ്കിൽ ഈ ലോകത്തിൽ ഉപജീവന മാർഗത്തെ സംബന്ധിച്ചൊക്കെയാണ് മിക്കവാറും പ്രവചനങ്ങൾ കേൾക്കുന്നത്. പക്ഷെ ക്രിസ്തുവിൻ്റെ ആത്മാവ് വസിച്ച് കഴിയുമ്പം കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ എന്നിൽ നിന്ന് എടുത്തു തരും. അപ്പോൾ ഈ പുതിയ നിയമ പ്രവചനം ത്തിലുള്ള പ്രവാചകന്മാർ ശരിക്കുമുള്ള പ്രവചനം ക്രിസ്തുവിനെ കോൺസെൻട്രേറ്റ് ചെയ്തല്ല, ഒരു ക്രൈസ്റ്റ് സെൻട്രിക് ആയിട്ടുള്ള പ്രവചനം അല്ലേ ശരിക്കും പുതിയ നിയമത്തിൻ്റെ പ്രവാചകന്മാർ പ്രവാചിക്കേണ്ടതെന്ന് എനിക്ക് ഒരു ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും അത് നമ്മൾ നേരത്തെ പറഞ്ഞു, ക്രിസ്തുവിൻ്റെ നീതികളിൽ നിന്ന് മാത്രമാണ് എല്ലാ ശുശ്രൂഷകളും ഉണ്ടാകുന്നത്. എഫേസ്യ ലേഖനം 4 എന്താ പറയുന്നത്? അവൻ ഉയരത്തിലേക്ക് കയറി നല്ല ദാനങ്ങളെ നൽകിയെന്നാണ്. എന്നിട്ട് അതിൻ്റെ പ്രകാരം ചിലർ അപ്പോസ്തലന്മാരും ചിലർ പ്രവാചകരും. അതുപോലെ മത്തായിയുടെ 25 പറയുന്നത് അവൻ ദൂരദേശത്തേക്ക് വ്യാപാരത്തിനെ പുറപ്പെട്ടപ്പോൾ തൻ്റെ സമ്പത്തിൽ നിന്ന് എടുത്തു കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ക്രിസ്തുവിൻ്റെ സമ്പത്തിൽ നിന്നാണ്. ഓരോരുത്തരെയും താലന്തുകൾ എന്ന് പറയുന്നത് പല ആൾക്കാരും വിചാരിക്കുന്ന പാട്ട് പാടുന്ന താലന്ത്, പ്രസംഗിക്കുന്ന താലന്ത്, അതല്ല.
ക്രിസ്തു ദൂരദേശത്തേക്ക് വ്യാപാരത്തിനെ പുറപ്പെട്ടപ്പോൾ അവൻ നേടിയ സമ്പത്തിൽ നിന്ന് ലഭിച്ചതാണ്. അതായത് കൃപാവരങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതെല്ലാം ക്രിസ്തുവിൻ്റെ സമ്പത്ത് മാത്രമാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പെന്തക്കോസ്ത് സംഭവിച്ചിരിക്കുന്നത്, പഴയ നിയമമാണ് ഇപ്പോഴും പെന്തക്കോസ്ത് നടക്കുന്നത്. കാരണം വീണ്ടും ജനിക്കാത്തവരാണ് വലിയൊരു പങ്ക്. നിത്യജീവനെക്കുറിച്ച് വലിയ ഉറപ്പൊന്നുമില്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയുള്ള പ്രവചനവും ദൈവമായിട്ടുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവ് അധിവസിക്കാത്തത് കൊണ്ട് അതൊരു എക്സ്റ്റസിയിൽ വരുന്ന ഉന്മാദത്തിൽ വരുന്ന അന്യഭാഷയിൽ അത് അവസാനിപ്പിക്കുന്നു. അനുദിന ജീവിതത്തിൽ ആത്മാവിനെ അനുഭവിക്കാത്തതുകൊണ്ട് സംഭവിക്കുന്നത് അവരിപ്പോഴും പഴയ നിയമത്തിൽ തന്നെയാണ്. അവർക്ക് വേണ്ടത് സ്വർഗമല്ല, നിത്യതയല്ല. അവർക്ക് വേണ്ടത് ഈ വിടുതലാണ്, യുദ്ധങ്ങൾ. അവരുടെ ചുറ്റും ശത്രുക്കളാണ്. അപ്പുറത്തുനിന്ന് ഒരുത്തനും കൂടോത്തരം ചെയ്യുന്നത്, ഇപ്പുറത്തുനിന്നൊരുത്തൻ. ആ ഒരു വേൾഡ് വ്യൂ ആണ്. ഇപ്പം ഞാനൊരു ബന്ധുക്കോസ്കാരൻ, നിസ്സഹായനൊരു ബന്ധുക്കോസ്കാരനായിട്ട് ഇരിക്കുകയാണ്. എനിക്ക് ക്രിസ്തുവിന് വലിയ പരിചയമൊന്നുമില്ല. ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ സംഗതികൾ ഓക്കെയാണെന്ന് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. ഞാൻ ഈ ചർച്ചിൽ ഇരിക്കുന്ന അത് കേട്ട പ്രസംഗങ്ങൾ കേട്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്നോടൊരു പെൺകുട്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞ്, അങ്കിളെ, ഞങ്ങളുടെ ചർച്ചിൽ യേശു ക്രിസ്തു എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ ക്രിസ്തുവിനെക്കുറിച്ച് ഒന്നും ഞങ്ങളുടെ സഭയിൽ ഞങ്ങൾ കേട്ടിട്ടില്ല. അപ്പോൾ ആ സഭയിലെ അംഗമാണ് ഞാനെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ലോകം എന്താണെന്നറിയാമോ? എൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ അന്യമതസ്കാരൻ എനിക്കെതിരെ കൂടോത്രം ചെയ്തിരിക്കുന്നു. വേറൊരുത്തിന് എനിക്ക് കെട്ടിട്ടിരിക്കുന്ന എൻ്റെ ബിസിനസ് വളരുന്നില്ല. എനിക്ക് എൻ്റെ പല പാപങ്ങളും ക്ഷമിക്കപ്പെടാതെ കിടക്കുന്നതുകൊണ്ട് എനിക്കൊരു വിടുതലില്ല. അപ്പോൾ പ്രവാചകന്മാർ വരുന്നു, ബന്ധനം അഴിക്കുന്നു, അപ്പുറത്തെ കൂടോത്രക്കാരനെ ശാസിക്കുന്നു. അപ്പോൾ ഈ ഒരു ലോകത്തിനകത്ത് ഞാൻ പെട്ട് കിടക്കുകയാണ്. എനിക്ക് ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യമൊന്നും എനിക്കറിയില്ല. എനിക്ക് ആകെ അറിയാവുന്നത് ഈ ഒരു ലോകത്ത് കുറേ യുദ്ധവീരന്മാരായ പിശാചുക്കളുണ്ട്. അപ്പോൾ സിനിമയിലൊക്കെ പണ്ട് കാലത്ത് കാണുന്ന പോലെ ആ യുദ്ധങ്ങളെല്ലാം വെട്ടി മുന്നേറുന്ന ഒരു രാജാവായ ഒരാൾ എനിക്ക് വേണം. എങ്കിലും എനിക്ക് എൻ്റെ ബിസിനസ് പച്ചപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ചുരുങ്ങിയ വേൾഡ് വ്യൂവിൽ കിടക്കുന്ന വിശ്വാസിക്ക് ഇങ്ങനെയുള്ള പ്രവാചകന്മാരുടെ ശുശ്രൂഷകളുടെ നടക്കുകയുള്ളൂ. കാരണം അവർക്ക് വേണ്ടത് അതാണ്. അവരതന്വേഷിച്ച് വരുന്നവരാണ്. അപ്പം തന്ന് തൃപ്തരായി വരുന്നവരാണ്. പെന്തക്കോസ്തിലുള്ള വലിയൊരു പങ്ക് ഈ പോപ്പുലർ ചർച്ചുകളിലും അത് പ്രത്യേകിച്ച് ന്യൂ ജനറേഷനിലും വരുന്നത് എന്തുകൊണ്ടാണ്? അവരപ്പം തന്ന് തൃപ്തരായി, അത് കർത്താവ് തന്നെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ നാമം ഉപയോഗിക്കും. അപ്പോൾ ഇവർക്ക് കിട്ടുന്ന ശുശ്രൂഷകൾ എങ്ങനെയുള്ളവരായിരിക്കും? ഈ പഴയ നിയമം തന്നെ അവരും. കാരണം അവരും നിത്യതയെക്കുറിച്ചുള്ള വാഗ്ദത്തങ്ങൾ സ്വീകരിച്ചിട്ടല്ല ഇരിക്കുന്നത്. അപ്പോൾ ഒരു ശുശ്രൂഷകൻ്റെ മനസ്സെന്താ? അവർ ബൈബിൾ കോളേജിൽ നിന്ന് പാസ്സായി, ഇനി ശുശ്രൂഷ സംഘടിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിൽ കൂടുതൽ സഭയുള്ളവരടുത്ത് ചെല്ലണം, ഞാൻ പോപ്പുലർ ആകണം, എൻ്റെ വീഡിയോ ഒക്കെ യൂട്യൂബിൽ പറഞ്ഞ ആൾക്കാർ വിളിക്കണം, മീറ്റിംഗ് തരണം. ഒരു പ്രവാചകനെ പോലെ അങ്ങോട്ട് ചെല്ലുകയല്ല, മീറ്റിംഗ് തരണം. അപ്പോൾ തരുമ്പോൾ അതിനനുസരിച്ചുള്ള സാമ്പത്തികം ഉണ്ടാക്കണം. എനിക്കൊരു വീട് വെക്കണം, സെറ്റിലാവണം, നല്ല മിനിസ്റ്റർ ആകണം, പിന്നെ ആൾക്കാരെൻ്റെ പോസ്റ്റർ വെച്ച്. അപ്പോൾ അതിൽ ദൈവം അനുഗ്രഹിച്ചെന്നേ പറയാം, ദൈവം അനുഗ്രഹിച്ചതെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പാറ്റേൺ ഓഫ് മിനിസ്ട്രി. അപ്പോൾ ആൾക്കാരുടെ അംഗീകാരം. അപ്പോൾ നമ്മുടെ മിനിസ്ട്രി എങ്ങനെ മുമ്പോട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾക്കാർ അംഗീകരിക്കുമ്പം സക്സസ്, ആൾക്കാർ വേണ്ടാന്ന് പറഞ്ഞാൽ ഫെയിലിയർ. അതല്ലാതെ ദൈവം എന്നെ അയച്ചിട്ട് ഞാൻ പോകുന്നെന്നോ മനുഷ്യൻ്റെ അംഗീകാരമല്ല എൻ്റെ ഉദ്ദേശമെന്നോ ഇങ്ങനെയൊന്നും കരുതുന്ന ശുശ്രൂഷകരും ഇല്ല. അപ്പോൾ സത്യത്തിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, വീണ്ടും ജനിക്കാത്ത ഒരു വലിയ പങ്ക് ആൾക്കാരെ, വീണ്ടും ജനിക്കാത്ത ശുശ്രൂഷകർ ലോകത്തിലെ കാര്യങ്ങൾ നേടിയെടുക്കാനും നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറാനും കഷ്ടങ്ങൾ മാറാനും പറ്റിയൊരു ദൈവം നിങ്ങൾക്കുണ്ടെന്നും ആ ദൈവത്തെ ഞാൻ പ്രാർത്ഥിച്ചാൽ ആ ദൈവം പെട്ടെന്ന് കേൾക്കുമെന്നും പഠിപ്പിക്കുന്നത് കൊണ്ട് ഈ ആളുകൾക്ക് ഇങ്ങനെയുള്ള പ്രവാചകന്മാരുടെ കേൾക്കാനേ പറ്റുള്ളൂ. കാരണം ദേ ആർ ഇൻകേപ്പബിൾ ഓഫ് റിസീവിങ് സോളിഡ് ഫുഡ്. ഇത് കൊരിന്ത് സഭയിൽ അതേ പ്രശ്നമായിരുന്നു. എബ്രായ ലേഖനം എഴുതുമ്പോൾ അതേ പ്രശ്നം തന്നെയാണ്. അവിടെ പാല് കുടിക്കാൻ പറ്റും, അറ്റ്ലീസ്റ്റ് പാല് കുടിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇവിടെ പാല് പോലും ദഹിക്കുന്നില്ല. ലാക്ടോസ് ഇൻടോളറൻസ് ആണ്. ഈ പാലിനകത്തുള്ള സാധനമാണ് ലാക്ടോസ്. അത് കഴിക്കുന്നവർക്ക് ചിലപ്പം പ്രശ്നമുണ്ടാവും. ലാക്ടോസ് ഇൻടോളറൻസ് പറയുന്നത്. അപ്പോൾ ആ ശുദ്ധമായ പാല് പോലും ടോളറേറ്റ് ചെയ്യാൻ ഇന്നത്തെ വിശ്വാസിക്ക് പറ്റുന്നില്ല. കാരണം വീണ്ടും ജനിക്കാത്തൊരു കൊച്ചു പാല് കുടിക്കില്ല. അതുകൊണ്ട് ഞാൻ ഏത് ബന്ധക്കോസഭയിൽ പോയാലും ഒരു 15 മിനിറ്റെങ്കിലും വീണ്ടും ജനനത്തെക്കുറിച്ച് ഞാൻ പറയാറുണ്ട്. കാരണം പറയാതിരിക്കാൻ പറ്റില്ല. ഈ കാലഘട്ടം അങ്ങനെയാണ്. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരാൾ ശബ്ദം കേട്ട് കതക് തുറന്നാൽ കർത്താവ് അവൻ്റെ കൂടെ ആഹാരം കഴിക്കുന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പോൾ ഇത് ശരിക്കും ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്, പഴയ നിയമമേ നടക്കൂ, ഓഹി ചലേക. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ബൈബിൾ കോളേജ് പഠിക്കുന്ന സമയത്ത് ഞാനിത് മനസ്സിലാക്കിയതാണ്, ഈ പഴയ നിയമവും പ്രവചനവും തമ്മിലുള്ള ബന്ധം. പഴയ നിയമത്തിന് ഒരു പ്രശ്നമില്ല കേട്ടോ. നിങ്ങൾ എന്നെ പഴയ നിയമ വിരോധിയായിട്ട് കാണരുത്. കാരണം പഴയ നിയമത്തിനകത്ത് ക്രിസ്തുവുണ്ട്. ആ ക്രിസ്തുവിനെ വെളിയിലോട്ട് കൊണ്ടുവരുന്നില്ലെങ്കിൽ നിങ്ങൾ പഴയ നിയമം വായിക്കുന്നത് യഹൂദന്മാർ വായിച്ച പോലെ തന്നെയാണ്. യഹൂദന്മാർ പഴയ നിയമം വായിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? യേശു ക്രിസ്തുവിനെ ക്രൂശിക്കാനാണ് അവർക്ക് തോന്നിയത്. അതുപോലെ തന്നെ ഇന്നും പഴയ നിയമം വായിക്കുമ്പോൾ യഹൂദന്മാർ വായിക്കുന്ന പോലെ നമ്മൾ വായിച്ചുകൊണ്ടിരുന്നാൽ യേശുക്രിസ്തുവായിട്ടുള്ള കണക്ഷൻ ഇല്ല അതിനകത്ത്. കാരണം അതിൻ്റെ പുറം കൂടിനകത്ത് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നില്ല. അകത്തുനിന്നുള്ള വെളിപ്പാട് വഴിയാണ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള റെവലേഷൻ അതിനകത്ത് ഹിഡനാണ്.
ഓക്കെ. അപ്പോൾ ബൈബിൾ കോളേജ് പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു പ്രവാചകൻ ഈ സ്പിരിച്വൽ എംഫസിസ് വീക്ക്, അതായത് ഫാസ്റ്റിംഗ് കേട്ട പിള്ളേരിരിക്കുന്ന ഒരു കാലമുണ്ട്, 2-3 ദിവസമൊക്കെ. ആരൊന്നും ഫാസ്റ്റൊന്നും ചെയ്യാറില്ല, അവിടെ നിന്ന് ആരും നിർബന്ധിക്കാറില്ല, കുറച്ച് ആൾക്കാർ ഫാസ്റ്റിംഗ് ആയിട്ടിരിക്കും. അപ്പോൾ ആ സമയത്ത് ഒരു ദിവസം ഒരു പ്രവാചകൻ വരികയാണ്. അപ്പോൾ തലേദിവസം ഞാൻ പ്രവാചകന്മാരുടെ പുറകെ നടക്കുന്ന ഓരോ ശിഷ്യന്മാരുണ്ടല്ലോ, അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞു, നാളെ ഒരു പ്രവാചകൻ വരാൻ പോവുകയാണല്ലോ, ഈ പ്രവാചകനെക്കുറിച്ച് ഞാനൊരു പ്രവചനം പറയാം. പ്രവചിച്ചത് എന്താണ്? അദ്ദേഹം പഴയ നിയമത്തിൽ നിന്ന് മാത്രമേ പ്രസംഗിച്ചുള്ളൂ. ഇതാണ് എൻ്റെ പ്രവചനം. രാവിലെ മുതൽ വൈകിട്ട് വരെ അദ്ദേഹം പറയുന്ന മുഴുവൻ വാക്യങ്ങളും പഴയ നിയമമായിരിക്കും. അവർ പറഞ്ഞു, ഒരു കാരണവശാലും പുള്ളി അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു, നോക്കിക്കോളൂ, അങ്ങനെ പ്രവചിക്കാൻ പറ്റുള്ളൂ, പോലും അങ്ങനെ നന്നാ കാണാം എന്നൊക്കെ അവർ പറഞ്ഞു. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, എൻ്റെ ദൈവമേ, പുതിയ നിയമത്തിൽ ഏത് വാക്യം എടുത്ത് പ്രവചിക്കും? യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ പോലെ 2 ഉള്ളവനൊന്നും ഇല്ലാത്തവന് കൊടുക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആരും കേൾക്കാൻ പോകുന്നില്ല. നിൻ്റെ സ്വത്തെല്ലാം ഒരു ദരിദ്രർക്ക് കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ പഠിപ്പിക്കുന്നവരും പഠിക്കുന്നവരും എല്ലാം പ്രതികളാവും. അപ്പോൾ പുതിയ നിയമത്തിൽ പുള്ളി എന്ത് പ്രവചിക്കും എന്ന് ഞാനിങ്ങനെ കണ്ണെടുത്ത് ചൂഴിനെടുത്ത് എറിഞ്ഞ് കളയാൻ പറയുമോ? പുതിയ നിയമത്തിന് എന്ത് പരിജ്ഞാനമാണ് ഞാനിങ്ങനെ ആലോചിച്ചിരിക്കും. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം വന്നു. അദ്ദേഹം വന്നപ്പോഴേ ആരോ ഇത് ഇങ്ങനൊരുത്തനുണ്ട് ഇവിടെ എന്നുള്ള കാര്യം. അപ്പോൾ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ട് ഈ പ്രവാചകന്മാർക്ക് പുതിയ നിയമം ഒട്ടും വഴങ്ങയില്ല, ഞാനിന്ന് പുതിയ നിയമത്തിൽ നിന്നാണ് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. റിയലി ഞാൻ തോറ്റു, എങ്കിലും എൻ്റെ ബെറ്റ് തോറ്റാലും കർത്താവ് ജയിക്കുവാണല്ലോ. കാരണം റെവലേഷനിലോട്ട് വരും, പുതിയ നിയമത്തിൻ്റെ റെവലേഷനിലോട്ട് വരണമല്ലോ. പക്ഷെ അദ്ദേഹം പറഞ്ഞത് എബ്രായ ലേഖനം എടുത്തിട്ട് വിശ്വാസത്താൽ എബ്രഹാം എന്ന് പറഞ്ഞ ശേഷം എബ്രാഹിമിനെ കുറിച്ചാണ് പറഞ്ഞത്. വാക്യം എടുത്തെന്നുള്ളത് ശരിയാണ്, പക്ഷേ ആ വാക്യത്തിൽ എബ്രഹാമിനെ കുറിച്ച് പോലും പറയാൻ പറ്റിയില്ല. ആ വാക്യത്തിൽ എബ്രഹാമിനെ കുറിച്ച് എന്താ പറയുന്നത്? അവൻ ദൈവം ശില്പിയായി പണിത് അടിസ്ഥാനമുള്ളൊരു നഗ, അതിനെക്കുറിച്ച് പറയാൻ പറ്റുന്നില്ല. കാരണം പ്രോഫറ്റ്സ് ഇന്ന് വലിയൊരു പങ്ക് പ്രോഫറ്റ്സും, ഇത് 20 വർഷം മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, 24 വർഷം മുമ്പ് നടന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത്രയും വർഷം പണ്ടും ഇങ്ങനെ തന്നെയാണ് ഇതിനകത്ത് വലിയൊരു പങ്ക് നടക്കുന്നത്. അപ്പോൾ അന്നാൽ എബ്രാഹിമിനെ കുറിച്ച് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞിട്ട് ഇവർ എബ്രായർ 11 പ്രവാചകനെ എബ്രാഹിമിനെ കുറിച്ച് പറയുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് സ്ഥിരമായൊരു വാസസ്ഥലമില്ല. വാഗ്ദത്തദേശമായ കനാനിൽ ചെന്നപ്പോഴും കർത്താവ് ശില്പിയായ പണിയുന്ന അടിസ്ഥാനമുള്ളൊരു നഗരം നോക്കിയിരുന്നു എന്ന് എബ്രാഹിമിനെ കുറിച്ച് പറയേണ്ടി വരും. അപ്പോൾ ഇവിടെ ഇരിക്കുന്നവർ ആരും ആ നഗരം നോക്കിയിരിക്കുന്നവരല്ല, വലിയൊരു പങ്കും ആരെന്ന് പറയുന്നത് ശരിയല്ലെങ്കിൽ. അപ്പോൾ ഇവിടെ മുമ്പിരിക്കുന്ന ആരും ആ നഗരം നോക്കാതിരിക്കുമ്പോൾ എബ്രാഹിമിനെ കുറിച്ച് എന്ത് പ്രവചിക്കണം, എന്ത് പ്രസംഗിക്കണം? അപ്പോൾ ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെയാണ്. ഈ ഓൾഡ് ടെസ്റ്റാമെൻറ്റിലെ പുറമേയുള്ള അനുഗ്രഹങ്ങളെന്ന് നമ്മൾ കാണുന്ന ആ ഭാഗം മാത്രം എടുത്തുകൊണ്ട് വ്യാഖ്യാനിക്കുന്ന പ്രവചനങ്ങൾ ഈ പ്രവാചകന്മാർ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്നതേയില്ല. ഇപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ വന്ന ഒരു പ്രവചനമാണ്, ഇത് നല്ല പ്രവചനത്തെക്കുറിച്ചാണ്. ഞാൻ ആദ്യമായിട്ട് വിദേശയാത്ര നടത്തുന്ന ഖത്തറിലേക്കാണ്, ഒരാഴ്ചത്തെ യാത്രയായിട്ട്. അപ്പോൾ യാത്രയ്ക്ക് മുമ്പ് ഒരു സഹോദരനോട് പറഞ്ഞു, അനേകർ വീണുപോയ ഒരു പെരുവഴിയാണ് ഇത്. ഓരോ സമയത്തും തിരിച്ചു വരുമ്പോൾ കർത്താവ് തന്നെ മഹത്വപ്പെടുന്നു ഉറപ്പുവരുത്തണം. കാരണം ഏത് മനുഷ്യനും സ്ലിപ്പായി പോകാവുന്ന പെരുവഴിയിലേക്കാണ് ചെയ്സ് പോകുന്നത്. അത്ര സ്ലിപ്പറിയാണ് ലോകത്തിലേക്കുള്ള വഴി, വിശാലമായ വഴി. അത് എനിക്കൊരു പ്രൊഫറ്റിക് ദൂത് തന്നെയായിരുന്നു. ഞാൻ അത് പറഞ്ഞുകൊണ്ടാണ് അവിടെ പ്രസംഗം തുടങ്ങുന്നത്. കാരണം നമ്മുടെ ജീവിതത്തിൽ സ്ലിപ്പാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ, നമ്മൾ സെൻസ് ചെയ്യാൻ പറ്റാതെ കിടക്കുന്ന സ്ഥലങ്ങൾ, അത് ഈ കാണിച്ചു തരാൻ സ്പിരിച്വൽ മെച്ചൂരിറ്റിയുള്ള ആൾക്കാർക്കേ പറ്റുള്ളൂ. അപ്പോൾ കർത്താവ് ശുശ്രൂഷ ഏൽപ്പിക്കുന്ന ആൾക്കാർ പ്രവചിക്കുമ്പോൾ പരിജ്ഞാനത്തിൽ നിന്ന് പ്രവചിക്കണമെങ്കിൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ള വെളിപ്പാട് അവർക്കുണ്ടാകണം. തീർച്ചയായും. അതുകൊണ്ട് ഈ പ്രവചനങ്ങളൊന്നും ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നില്ല എന്നുള്ളൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പണ്ടൊക്കെ അറ്റ്ലീസ്റ്റ് ന്യായപ്രമാണപ്രകാരം ഒന്ന് പേടിപ്പിക്കാനെങ്കിലും പ്രവാചകന്മാർക്ക് പറ്റുമായിരുന്നു. നിന്നെ ദൈവം തട്ടിക്കളയും, മര്യാദയ്ക്ക് ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നു. ഈവൻ ദാറ്റ് ഈസ് നോട്ട് ന്യൂ ടെസ്റ്റമെൻറ്റ്. പക്ഷെ എങ്കിൽ പോലും അന്നൊക്കെ പ്രവാചകന്മാർ വരുമ്പോൾ അതുകൊണ്ട് പേടിയായിരുന്നു ആൾക്കാർ. ഈ ദൈവം പണ്ടെങ്ങോ ക്ഷമിച്ച കാര്യങ്ങൾ തന്നെ ഇവർ കുത്തിപ്പൊക്കി നമ്മളെ വീണ്ടും കുറ്റബോധം ഉണ്ടാക്കിപ്പിക്കുക എന്നാലും നമുക്ക് അവരിഷ്ടമാണ്. കാരണം അവർ ഇഷ്ടമല്ല, ഭയമാണ്. എന്നാൽ ഇന്ന് അതുപോലുമില്ല. ഇന്ന് ആ ഒരു പ്രമാണത്തിന്മേലുള്ള ഭയം പോലും കൊടുക്കുന്നില്ല. ഇന്ന് വന്ന ഉടനെ നിങ്ങളുടെ അഭിവൃദ്ധി എന്നൊരു കാര്യത്തിലേക്ക് കടത്തി വിടണം. അപ്പം പൊതുവെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ശബ്ദം ആരും കേൾക്കുന്നില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു. ഈ ജനക്കൂട്ടത്തിന് ഒരിക്കലും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റിയില്ല. കാരണം കർത്താവ് ഉപമകളായിട്ട് പ്രസ്താവിക്കുന്ന അവരോടാണ്. അപ്പോൾ ശിഷ്യന്മാരും ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങനെ ഉപമകളായിട്ട് സംസാരിക്കും? അപ്പോൾ കർത്താവ് പറഞ്ഞവർ കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കാൻ വേണ്ടിയാണ്.
കാരണം അവരന്വേഷിക്കുന്നത് എന്നെയല്ല. നിങ്ങൾ സകലത് ഉപേക്ഷിച്ച് രാത്രി എൻ്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് പറഞ്ഞുതരാം. അവർക്കത്രയും മതി. അവരിപ്പോൾ വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു, കുറച്ച് വഴിയരികെ വീണു, കുറച്ച് മുള്ളിനിടയിൽ വീണു, കുറച്ച് മണ്ണിനിടയിൽ വീണു, കുറച്ച് പാറസ്ഥലത്ത് വീണു. അങ്ങനെയൊക്കെയാണ്. അത് ഞാൻ ചുരുക്കി അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അത് അതിൻ്റേതായ ഫലം കൊടുത്തു. കർത്താവിൻ്റെ പ്രസംഗമാണ്. വഴിയരികിൽ വീണത് പറവകൾ കുത്തിക്കൊണ്ടുപോയി, പാറസ്ഥലത്ത് വീണത് മണ്ണിന് ആഴമില്ലാത്തതിന് ഉണങ്ങിപ്പോയി, മുള്ളിനിടയിൽ വീണത് ഞെരിഞ്ഞുപോയി, നല്ല നിലത്ത് വീണത് ഇഷ്ടം പോലെ ഫലം കൊടുത്തു. നല്ല ഒരു പ്രസംഗം കർത്താവ് അങ്ങ് പോയി. ആർക്കൊന്നും മനസ്സിലില്ല. ഇതെന്തായാലും കൃഷിപ്പണിയെക്കുറിച്ച് പഠിപ്പിക്കുകയാണോ, വിത്ത് വിതയ്ക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന് പറയുവാണോ? അപ്പോൾ ഈ കേട്ടോണ്ടിരിക്കുന്ന വലിയൊരു കൂട്ടം ആൾക്കാർക്ക് ഇത് എന്തായാലും കുഴപ്പമില്ലാത്തവരാണ്. ശിഷ്യന്മാർക്ക് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അർത്ഥം മനസ്സിലാവണമെന്ന് ആഗ്രഹം. അപ്പം കർത്താവ് പറയുന്നത് ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനും നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കും. അപ്പോൾ വരം ലഭിച്ചവർക്ക് മാത്രം ഇത് മതി. ബാക്കിയുള്ളവർക്ക് നാളെ നിനക്ക് വിടുതൽ എന്ന് പറയുമ്പോൾ അവർ ഹല്ലേലൂയ സ്തോത്രം അത് മതി. അപ്പോൾ ആ വലിയ അവരെല്ലാം വിചാരിക്കുന്നത് ഞങ്ങളെല്ലാം സ്വർഗത്തിലോട്ട് പോകാമെന്ന്. അതാണ് ഇന്നത്തെ പ്രശ്നം. അപ്പോൾ പഴയ നിയമത്തിൽ വിശ്വസിക്കുന്നവർ പഴയ നിയമത്തിലെ വാഗ്ദത്തങ്ങൾ വിശ്വസിച്ചാൽ മതി. പുതിയ നിയമത്തിലേക്ക് അവർ പ്രവേശിക്കുന്നതേ ഇല്ല. ദീർഘായുസ്സുണ്ട്. ദൈവം അവരെ തൃപ്തിപ്പെടുത്തട്ടെ. അവരുടെ തലയിൽ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കട്ടെ. കാരണം നമുക്ക് ആ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളാലുള്ള പുതിയ നിയമത്തിലേക്ക് അവർ വരുന്നില്ല. അതിൻ്റെ ഒരു വേഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ ശരിക്കും ക്രിസ്തു ഒരു സഭയിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള ശുശ്രൂഷകൾ ഇന്ന് ആവശ്യമാണ്. അതില്ലാത്തതുകൊണ്ടാണ് ആളുകൾ കർത്താവിൻ്റെ ശബ്ദം കേൾക്കാത്തത്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഉപദേശം കേൾക്കുക മാത്രമല്ല, ഉപദേശത്തിൽ വളരുകയും വേണം. അനുസരണത്തിലേക്ക് എത്തുന്നവരെയും നമ്മൾ ഉപദേശിക്കപ്പെടണം. എല്ലാ സമയത്തും ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങൾ തുറന്നിരിക്കണം. കാരണം ബലം പിടിച്ചല്ല കർത്താവിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത്. സ്നേഹത്തോടെയുള്ള മന്ത്രണങ്ങളിലൂടെയാണ്, വെളിപ്പെടുത്തലുകളിലൂടെയാണ്. ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന എല്ലാം ദൈവത്തിൻ്റെ ശബ്ദമാണ്. ദൈവത്തിൻ്റെ ആത്മാവിലല്ലാതെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ ആർക്കും കഴിയുകയില്ല. അതുകൊണ്ട് ആ പരിജ്ഞാനത്തിലേക്ക് നീങ്ങുവാൻ കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.